ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഹിറ്റോസ് ബൈ സോജ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളുടെ വീട്ടിലും മിക്ക ദിവസങ്ങളിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ദോശ അല്ലെങ്കിൽ ഇഡ്ഡലി എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇഡ്ഡലിക്ക് അല്ലെങ്കിൽ ദോശയ്ക്ക് പറ്റിയൊരു കറക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷന് കൊടുക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പി അല്ലെങ്കിൽ ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത്. നമ്മളിവിടെ ഇഡ്ഡലിയുടെ ഒപ്പമാണ് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ 4 അല്ലി വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ റൗണ്ടിൽ അരിഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ചട്നിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിൽ വേണം നമ്മൾ നമ്മുടെ സവാളയും നമ്മുടെ തക്കാളിയും കൂടി എടുക്കാൻ. 2 തക്കാളി എടുക്കുകയാണെങ്കിൽ 1 സവാള, ആ ഒരു കണക്ക് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. കാരണം ഇതിലെ മെയിൻ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തക്കാളിക്കാണ്. ഓക്കെ, ബിക്കോസ് എന്താണെന്ന് മനസ്സിലായില്ലേ, നമ്മുടെ തക്കാളി ചട്നിയാണോ ഇത്. അപ്പോൾ ഇതൊന്ന് ഇതേപോലൊന്ന് വഴട്ടിയെടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും കൂടി ആഡ് ചെയ്യുക. 2 തക്കാളിയാണേ, 2 മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ആൻഡ് ഇതിവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ. അപ്പോഴാണ് ആലോചിച്ചത് ഇഡ്ഡലി റെഡിയായി ഗൈസ്, ഇഡ്ഡലി വേണോ ആർക്കെങ്കിലും. ആൻഡ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതേപോലെയുള്ള ചട്നീസ് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഏത് കറികളാണ് നമ്മുടെ ഈ ഒരു ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് പെയർ ചെയ്യാൻ അല്ലെങ്കിൽ കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടമെന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. ആ സമയം കൊണ്ട് ഇഡ്ഡലി നമ്മൾ തട്ടിൽ നിന്നും മാറ്റി കാസ്ട്രോളിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഐറ്റം ഇട്ട് കൊടുക്കാം. എന്താണെന്ന് മനസ്സിലായത്, നമ്മുടെ കായമാണ് കേട്ടോ. അപ്പോൾ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാനും ആൻഡ് ഹെൽത്ത് വൈസ് അത് ഓക്കെയാണ്, അതായത് ബെറ്ററാണ്. ഓക്കെ, ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല വെളുക്കൊണ്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നമ്മൾ വഴറ്റി വരുന്ന സമയത്ത് എണ്ണയൊക്കെ പറ്റി നല്ലൊരു സോഫ്റ്റ് ഫോമിലാവുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചെടുക്കാം. ഇതൊരു ഫൈൻ പേസ്റ്റായിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുക, ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് തിക്നെസ് വേണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാറോട് കൂടി വെക്കാം. അതായത് നമ്മുടെ തേങ്ങ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെക്ക് വേണമെങ്കിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്ന ചട്നി ഇല്ലേ, അതേപോലെക്ക് വേണമെങ്കിലും ഈ ഒരു ചട്നി ട്രൈ ചെയ്യാം. ഓക്കെ, ഇത് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് കടുക് താളിക്കാനുള്ള ഐറ്റംസൊക്കെ എടുത്ത് വെക്കാം. ഉഴുന്നെടുത്തിട്ടുണ്ട്, നമ്മുടെ എന്താണ് പറയുക വറ്റൽമുളക്, കരിയാപ്പില, പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി, ഇത്ര എടുത്ത് വെക്കുന്നുണ്ട്. ആൻഡ് അപ്പോഴത്തേക്ക് അമ്മ ദാണ്ട് ഇതൊന്ന് അരച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു പേസ്റ്റ് ഫോമിലാണ്. നമ്മുടെ ആ ഒരു പാനിലേക്ക് തന്നെ പിന്നെയും എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഐറ്റമായ എന്താണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കടുക് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു അരപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ആ ഒരു അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നല്ല പോലെ മിക്സ് ചെയ്യുക. ആൻഡ് ഇനി നമുക്ക് എണ്ണ, അതായത് ഇനി ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് വെള്ളമോ കാര്യങ്ങളൊക്കെ ഒഴിക്കണമെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം യൂസ് ചെയ്യുക കേട്ടോ. ആൻഡ് ഇത്രയും നമ്മളൊന്ന് നല്ല പോലെ യോജിപ്പിക്കുക. എല്ലാം സെറ്റായില്ലേ. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചട്നി എന്ന് പറയുന്നത്, ടൊമാറ്റോ ചട്നി. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഇഡ്ഡലിയുടെ കൂടെ പെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.